ഹലോ ഹായ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പുഷ്കർ റോഡിലാണ്. പുഷ്കർ റോഡിൽ നമ്മളിപ്പം പുഷ്കറിൽ എത്താറായി. ഏകദേശം ഇനി ഒരു 2-3 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ പുഷ്കർ എത്തും. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അജ്മീറിലാണ്. ഇവിടെ എന്താ സീൻ എന്നറിയില്ല, ചുമ്മാ ലോക്കൽസൊക്കെ വന്നിട്ട് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. അതെ, അകത്തോട്ടുള്ള പാസ് എന്ന് പറയുന്നത് ഇതാ. ബാക്കിയുള്ള രാജസ്ഥാൻ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതെ, എന്താണ് അറിയത്തില്ല. എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാണും. എന്തായാലും നമുക്ക് ഇവിടെ തർക്കിച്ചെടുക്കാനും പറ്റില്ല. നമ്മുടെ സമയം നമ്മുടെ വിലപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇവർ എങ്ങനത്തെ ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പേ ചെയ്യുവാണ്. ബാക്കി ആൾക്കാരൊക്കെ വണ്ടിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർ നമ്മളെ ബ്ലോക്ക് ചെയ്തു. നമുക്ക് എന്തായാലും നോക്കാം. ബില്ല് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബില്ല് കിട്ടിയാൽ ഇതാണ് ബില്ല്. ഇതാണ് ബില്ല്. ഇത് എന്തിനുള്ള ബില്ലാണെന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പുഷ്കറിലേക്ക് എൻട്രി ചെയ്യാനുള്ള ബില്ല്. അപ്പം നമ്മൾ സാവിത്രി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. റോഡൊക്കെ നല്ല രസമുണ്ട്. റോഡിന് 2 സൈഡും ഉണങ്ങി വരണ്ട് കിടക്കുവാണ്. ഇവിടെ ആവശ്യത്തിലധികം ടെമ്പിളുകളുണ്ട്. അതുകൊണ്ട് ഏത് ടെമ്പിളാണ് എന്നൊന്നും കറക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വലിയ പാടാണ്. ഞങ്ങൾ ഒരു തരത്തിലാണ് ഈ സാവിത്രി ടെമ്പിൾ തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും മുകളിലേക്ക് കയറാൻ പോകണം. ഇവിടുന്ന് റോപ്പ് വേ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഒന്ന് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആ നേരെ കാണുന്ന മലയുടെ മുകളിൽ കാണുന്നതാണ് സാവിത്രി ടെമ്പിൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പുഷ്കറിലാണ്. പുഷ്കറിൽ മാതാ സാവിത്രി മന്ദിറിലാണ്. ഇവിടുന്ന് നമുക്ക് ഒത്തിരി മുകളിലോട്ട് ട്രക്ക് ചെയ്യാനുണ്ട്. ടോപ്പിലാണ് ഈ മന്ദിരം ഉള്ളത്. അവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യവും കൂടെ ഉണ്ട്. ഇത് ബ്രഹ്മാവിൻ്റെ ഭാര്യയാണ് ഈ സാവിത്രി മാത. ഈ ബ്രഹ്മാവിനെ വരെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മാതയാണ്. അപ്പോൾ ഇവിടുന്ന് റോപ്പ് വേ ഉണ്ട്. അല്ലാത്തൊരു നമുക്ക് വോക്കബിളായിട്ട് ട്രക്ക് ചെയ്ത് പോകുന്ന സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സാവിത്രി മാത അവരുടെ ഹസ്ബൻഡായ ബ്രഹ്മാവ് കുറച്ച് പോസ്റ്റ് കൊടുത്തു. അതിനുശേഷം സാവിത്രി മാത ബ്രഹ്മാവിന് ഒരു ശാപം കൊടുത്തിട്ടുണ്ട്. എല്ലാ ലോകത്തിൽ ബ്രഹ്മാവിന് ആകെ ഒരു ടെമ്പിൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് സാവിത്രി മാതയുടെ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ അടുത്ത ഒരു ടെമ്പിളുണ്ട്. നമുക്ക് അവിടെയും പോകണം. അത് 3 മണിക്കേ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ പോകാം. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. അപ്പം നമുക്ക് പോയി വരാം. നമ്മൾ സാവിത്രി മന്ദിറിലേക്ക് പോവുകയാണ്. അതിനുള്ള റോപ്പ് വേ ആണിത്. ഇവിടെ ഏകദേശം ഒരാൾക്ക് 140 റുപ്പീസാണ് വരുന്നത്. 2 പേരും കൂടെ ആയി. പിന്നെ ഞങ്ങൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇതെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് വാക്കബിളായിട്ട് പോകാൻ പറ്റും. ഇവിടെ അവിടം വരെ നടന്നു പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഈ റോപ്പ് വേ വന്നതിന് ശേഷമാണ് ഈ സാവിത്രി മന്ദിർ ഇത്ര എല്ലാവരും വരാനും എല്ലാവരും കാണാനൊക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. Take the next right onto Brahma Temple.
यहीं पे यहीं पे हाँ ये पे गाड़ी 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 वगैरह का कोई टेंशन नहीं है. ഇവിടെ വരുമ്പോൾ തൊട്ട് ട്രിപ്പിൾ അടിച്ച് പോകുന്ന ആൾക്കാരെ ഒത്തിരി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്കൊരാഗ്രഹം, അതുകൊണ്ട് ഞങ്ങളൊരു ട്രിപ്പിൾ അടിച്ചു. അതെ, ഇടയ്ക്കൂടെ ട്രിപ്പിൾ ഇങ്ങനെ പോകാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, നല്ല റൈഡാ. ഒട്ടകപ്പുറത്തിന് ഇരിക്കുന്നതിനെക്കാട്ടും സുഖം തോന്നുന്നു. അതെ, ഒട്ടകം സവാരി കിട്ടിയില്ലെങ്കിൽ എന്താ, ഇങ്ങനെ ഒരു കിടിലൻ സവാരി കിട്ടിയില്ലോ. What is your name? ആൽബൻ. Alban. Good name. आपका नाम क्या है? बाबू. ബാബു. Pushkar is not a name of temple or town. Pushkar is a name of that lake which called in Sanskrit Sarovar. पुष्कर राज जी का कोई मंदिर, कोई मूर्ति नहीं है. पुष्कर इस सरोवर का नाम है. हिंदू धर्म में 5 सरोवर है जिनका अपन अर्चना करते हैं. मानसरोवर, ब्रह्म सरोवर, देन 2 इन गुजरात, बिंदु सरोवर, नारायण सरोवर, और एक केरला में है पंपा सरोवर. सबरीमाला उस जगह का नाम है. पुष्कर राज जी सब तीर्थों के गुरु हैं. गंगा माँ है और प्रयाग राजा है. हिंदू धर्म में 4 युग है और 4 युगों में 4 तीर्थ बने हैं. सतयुगम केवलम पुष्करम. सतयुग का तीर्थ पुष्कराज अर्लिएस्ट होली प्लेस है. त्रेता में नेमिसारण्यम, द्वापर में कुरुक्षेत्र और कलयुगी गंगा. ये 4 स्थान हैं और इन चारों स्थानों में पानी का ही महत्व, इनका कोई मूर्ति नहीं है. पुष्कर राज्य के लिए पद्म पुराण में लिखा कि भगवान ब्रह्मा ने अपने हाथ से कमल का पुष्प गिराकर इसका उत्पत्ति किया. इसका नाम पुष्कर इसलिए रखा गया, संस्कृत में पुष्प बोलते हैं फूल को और कर बोलते हैं हाथ को. पुष्प प्लस कर पुष्कर, तो सरोवर का नाम रखा गया पुष्कर. संस्कृत में पुष्कर का मतलब होता है अंतरिक्ष, और भगवान ब्रह्मा विष्णु महेश तीनों का प्रायवाची भी है. भगवान ब्रह्मा ने इस सरोवर बैठ के हजारों साल तपस्या करी और फिर यहाँ यज्ञ का आयोजन रखा. यज्ञ में 2 चीज़ का अवसर पड़ा, पत्नी का और मुहूर्त का. भगवान ब्रह्मा का पहला पत्नी है माँ सरस्वती, जिसे साउथ में सरस्वती बोलते हैं, जिसे हम नॉर्थ इंडिया में सावित्री बोलते हैं. इनसे भगवान ब्रह्मा के 4 पुत्र हैं, नारद जी, सनत, सनकादिक एंड सनंत कुमार. और यज्ञ का जो मुहूर्त निकला वो निकला कार्तिक मंथ में एकादशी से पूर्णिमा. यह 5 रोज आज भी हजारों वर्षों से यहाँ मेले के रूप में मनाए जाते हैं. भगवान ब्रह्मा ने यज्ञ में सब देवता को बुलाया और नारद जी से कहा आप ब्रह्मलोक जाके माँ सावित्री को लेके आइए. लेकिन भगवान ब्रह्मा के पुत्र नारद जी, जो संसार में सभी देवताओं को झगड़ा करने के लिए प्रसिद्ध है, वो रास्ते से लौट के आए, भगवान ब्रह्मा को झूठ बोला कि माँ सावित्री में नहीं आ रही है. तो भगवान ब्रह्मा क्रोधित होकर अपने जो 2 द्वारपाल हैं, इंद्र एंड कुबेर. हिंदू धर्म में जो लोग व्यापार करते हैं साल में एक बार कुबेर का पूजा करते हैं, जो आता है धनतेरस, लक्ष्मी पूजन से 2 दिन पहले. भगवान ब्रह्मा ने इंद्र और कुबेर से कहा कि आपको जो भी कंवारी कन्या पहले मिल जाए उसे इस यज्ञ में लेके आइए. यहाँ से उत्तर में 8 किलोमीटर गाँव नंदा सरस्वती, वहाँ से एक फार्मर की लड़की को, जिसे हम गुजर जाति बोलते हैं, लड़की को यहाँ लेके आए और गुजराती में उसे पटेल कहा जाता है. उस लड़की को भगवान ब्रह्मा ने कामधेनु गाय के मुख में देकर पवित्र किया और उसका नाम रखा गायत्री. भगवान ब्रह्मा के साथ जब ये अष्टभुजा के रूप में बैठी तो इसने एक मंत्र का उच्चारण किया, जिसे हम गायत्री मंत्र कहते हैं. पुष्कर सरोवर जन्मस्थली है वेद माता गायत्री की. पुष्कर तीर्थ के अंदर भगवान ब्रह्मा जब यज्ञ प्रारंभ कर चुके, संस्कृत के श्लोकों को सुन के माँ सावित्री पृथ्वी पर आ गई और यज्ञ में अपने स्थान पर माँ गायत्री को देखकर क्रोधित हो गई. यज्ञ को रुकवाकर भगवान ब्रह्मा को 2 श्राप दिए. पहला, संसार में आप जगत पिता हैं और सृष्टि के रचयिता हैं, लेकिन इस पूरी पृथ्वी पर पुष्कर के अलावा दूसरा कोई भी आपका स्थान नहीं होगा, तो ब्रह्मा जी का एक ही धाम है. दूसरा श्राप दिया, क्योंकि आपने ग्रस्त का अपमान किया है, पत्नी के होते दूसरी पत्नी को बैठाया है, जो गृहस्थी होगा वो कभी आपका अर्चना नहीं करेगा. तो हिंदू धर्म में भगवान ब्रह्मा का मूर्ति पूजा नहीं किया जाता है. सभी धर्मों के लोग उस पुष्कर तीर्थ को पूजने के लिए आते हैं, क्योंकि उन्होंने कहा कि हे देव, मानव जाति जो परिवार वाला व्यक्ति होगा वो पुष्कर में 2 काम से आएगा. पहला, मनोकामना के लिए, घर की सुख समृद्धि, व्यापार वृद्धि, लंबे आयु, अखंड सौभाग्य, बाल बच्चों की, बिजनेस, नौकरी की जो मनोकामना होती है, जो विशेष होती है, वो सरोवर पे सुनाता है. चारों तरफ ये 52 राजाओं के 52 घाट बने हुए हैं और पुष्कर में 1000 मंदिर है. ये सारे घाट और मंदिर राजा महाराजाओं और या यात्रियों के बनाए हुए हैं. लेकिन पुष्कर के किसी मंदिर में कोई पूजा अर्चना दान दर्शन नहीं चलता है. इस सरोवर का कोई स्नान करता है, नहीं तो जल का छींटा लगाकर परिवार के नाम से इसका पूजा करता है. 5 मिनट उसमें समय लगता है, 11 रुपये का उसमें थाली आता है. दूसरा काम जो पुष्कर में है, ब्रह्मा के तीर्थ में सबसे बड़ा जो कार्य है वो है गया, गंगा, कुरुक्षेत्र प्रवाह से पुष्करांच है. एकाने मुख्य तीर्थाने श्राद्ध काले भवन्ति का. हिंदू धर्म में जब कोई गुजर जाता है तो 5 ऐसे स्थान है जहाँ अपन जाके पितरों का पिंडदान तर्पण करते हैं, कहीं माता का, कहीं पिता का. लेकिन पुष्कर राज्य में 7 कुल का किया जाता है. त्रेता में भगवान राम पुष्कर तीर्थ के अंदर अपने पिता के दशरथ के पिंडदान मिट्टी से बना किए, जिसको अपने वेदों में लिखा है. पुष्कर नगरी में शराब का ठेका नहीं है, मीट का दुकान नहीं है.
जल तक जूते ले जाना, कुल्ले करना, साबुन सोडा लगाना, मछली पकड़ना, नाव चलाना सब बात का मनादी है। पुष्कर तीर्थ के अंदर जो लोग आता है स्नान करने के लिए, इसका सरोवर का जल भी अपने घर में लेके जाते हैं। पुष्कर तीर्थ में जो भगवान ब्रह्मा का मंदिर बना है वो शंकराचार्य जी द्वारा बनाया गया है, जो तमिलनाडु में काचिकोमठ से हैं। उस मंदिर में सन्यासी अर्चना करता है, जो परिवार वाला होता है वो उस सरोवर का तिलक लगाकर मान सम्मान करके अपने परिवार की विशेष करता है, घर के सुख समृद्धि की कामना करता है। भगवान ब्रह्मा के तीर्थ नगरी में भगवान ब्रह्मा का जो मेन रूप है, धर्मस्य धर्म रूपना ब्रह्म रूपना पुष्कर है, वो भगवान ब्रह्मा का ब्रह्म सरोवर ही है। और यहाँ पर इसीलिए आया जाता है कि इसकी अर्चना करके अपनी मनोकामना को सिद्ध किया जा सके। जय श्री कृष्ण। यद्यासलं पर्वतं मासं कार्तिकशुक्लपञ्चदिवसं स्नानं सदा पुष्करं दृष्ट्वा देववराह विष्णुभगवान् रौद्रं शिवं शाम्भवं सर्वे तीर्थमदा सदा सतयुगं ब्रह्मेव त पुष्करं पुष्कराद्यानि तीर्थानि गङ्गाद्या सरितस्तथा आगच्छन्तु पवित्राणि पूजाकाले सदा मम ध्यानकाले सदा मम। ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പുഷ്കറിലെ യാത്രകളൊക്കെ അവസാനിച്ച് നമ്മൾ ഇന്നത്തെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് വണ്ടിയുടെ അടുത്ത്. ഇന്ന് കുറേ കറങ്ങി, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അടിപൊളി സ്ഥലങ്ങളാണ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ എസ്പെഷ്യലി ഇവിടുത്തെ സൺസെറ്റ് ഒരു രക്ഷയില്ല, പൊളി. ഇവിടുത്തെ ഒരു ആ കളറിങ്ങും ആ ലൈറ്റും എന്നുവെച്ചാൽ ഈ ഒരു മൊത്തത്തിൽ ഒരു ഭയങ്കര കളർഫുള്ളാണ് നാച്ചുറലി. എന്നുവെച്ചാൽ ഇവിടുത്തെ സൺസെറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന് നല്ല തുടുത്ത ആപ്പിൾ പോലെ ഇരിക്കും. അതെ, ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ കുറച്ചും കൂടെ ഭംഗിയായി വരുന്ന രാജസ്ഥാൻ ഭയങ്കര രസം കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ഈ സമയത്തും കൂടെ പറഞ്ഞ ഈ സമയം നല്ല സമയമല്ല, നല്ല തണുപ്പ്, അതായത് നല്ല ക്ലൈമറ്റ്. എല്ലാ സമയത്തൊക്കെ ഒന്ന് ചൂടൊക്കെ അടിച്ച് വേർത്ത് കുളിച്ച് ആ സീനായി പോകും. ഇതാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ്, പീസ്ഫുൾ അന്തരീക്ഷം, ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് പയ്യെ റിലാക്സ് ചെയ്ത് ഇറങ്ങി വന്നാൽ മതി. പിന്നെ എന്തായാലും നമ്മൾക്ക് എന്തായാലും അറ്റ്മോസ്ഫിയർ എല്ലാം കറക്റ്റായിരുന്നു, അടിപൊളിയായിട്ട് ഇറങ്ങി. ആകെ ഒരു പ്രശ്നം പറ്റിയത് ഒരു കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് ജിപ്സിന് ഒരു മാന്ത് കിട്ടി, അത് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, പോട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.